ജൂൺ 15-ന് KSRTC സ്തംഭിക്കും. ഈ മെൻസ് അസോസിയേഷൻ ആണ് KSRTCയെ തടയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജൂൺ 15-ന്റെ പ്രത്യേകത അറിയാലോ, KSRTCയിൽ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രിയദർശിനി ഗ്യാരണ്ടിയുടെ ആദ്യ ഈ സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ യാത്ര കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് ഈ KSRTCകളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് മെൻസ് അസോസിയേഷൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് എന്താണ് പ്രശ്നം? ഭയങ്കര വലിയ സംഘടനയാണല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയല്ലേ. എത്ര പേരുണ്ട് അതിൽ അംഗങ്ങളായിട്ട്? 15 പേര് തികച്ചുണ്ടോ? 50 പേരുണ്ടോ? പക്ഷേ ഇങ്ങനെ തടയാനൊക്കെ വരുമ്പോൾ എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് വരുമായിരിക്കും. ഒരു സ്റ്റേഷന്റെ സ്ട്രെങ്ത് എത്രയെന്ന് അറിയാമോ? പോലീസുകാരുടെ മിനിമം തമ്പാനൂർ സ്റ്റേഷന്റെ സ്ട്രെങ്ത് അന്വേഷിച്ചിട്ട് വേണം ഒരു സമരത്തിന് ഇറങ്ങാനുള്ളതാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് പോലീസ് അകത്തിടും എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ധാർമ്മികത ഉണ്ടായിരിക്കണം. നമ്മളൊരു സമരം നടത്തുമ്പോൾ അതിനൊരു പൊതുവായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം, ധാർമ്മികത ഉണ്ടായിരിക്കും. ആർക്കാണ് നമ്മൾ സംവരണം കൊടുക്കുന്നത്? ആർക്കാണ് ഈ പറയുന്ന സൗജന്യം? ഒന്നാമത്തെ സൗജന്യം എന്ന് പറയുന്നത് തന്നെ ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നത് അതിൻ്റെ തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്നുള്ളതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ KSRTCയിൽ സൗജന്യം കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ആർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത്? സ്ത്രീകളാണ് ഏറ്റവും അധികം KSRTC ആശ്രയിക്കുന്നതിൽ ഏറ്റവും അധികം ആൾക്കാരുള്ളത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ KSRTC ആശ്രയിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് KSRTCക്ക് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകും. പകുതിയിലധികം ടിക്കറ്റുകൾ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ഡ്രൈവർ കണ്ടക്ടർ അടക്കമുള്ളവരുടെ ബാറ്റ ഇല്ലാതാവും. അവർക്ക് ഇത്ര രൂപയ്ക്ക് അധികം വരുമാനം വരുമ്പോൾ ബാറ്റ എന്ന് പറഞ്ഞ് ഇത്ര രൂപ കിട്ടും. ആ ബാറ്റ ഇല്ലാതാവും. കാരണം സിംഹഭാഗം, ഒരു ബസ്സിൻ്റെ യാത്രക്കാരിൽ സിംഹഭാഗവും വനിതകളാവുന്നു. അത് സൗജന്യ യാത്രയിലേക്ക് പോകുന്നു. അതും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ KSRTC ലോക്കൽ ബസ്സുകളുടെ, അതായത് ഓർഡിനറി ബസ്സുകളുടെ മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളാണ്, പ്രൈവറ്റ് ബസ്, സിറ്റി ബസ്സുകളാണ്. ഈ സിറ്റി ബസ്സുകൾ എന്ത് ചെയ്യും? തിരുവനന്തപുരത്തും ഈ പറയുന്ന എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഉള്ള എല്ലാ നഗരങ്ങളിലുമുള്ള ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ആഫീസ് പൂട്ടിപ്പോവും. അവർക്ക് ഇതൊന്നും അല്ലല്ലോ ഈ മെൻസ് അസോസിയേഷന്റെ വിഷമം എന്ന് പറയുന്നത്. അവർ ഈ സമരത്തിന് ഇറങ്ങുന്നതിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നു. അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ അവര് എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കുള്ള റിസർവേഷനും അവരെതിരാണ്. അപക്വമായിട്ടുള്ള നിലപാടല്ലേ, ജനാധിപത്യ ബോധം ഇല്ലായ്മയല്ലേ. എന്തുകൊണ്ടാണ് ഒപ്രസ് ചെയ്യപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ് സുരക്ഷിതത്വവും റിസർവേഷനും സംരക്ഷണവും ഒക്കെ കൊടുക്കേണ്ടത് ആണല്ലോ. അതായത് വളരെ സമ്പന്നനായിട്ടുള്ള, വളരെ അധികാരങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് റിസർവേഷൻ്റെ അല്ലെങ്കിൽ പരിഗണനയുടെ സൗജന്യ റേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അത് കൊടുക്കുന്ന ഇതൊക്കെ പോലുള്ള കാര്യങ്ങൾ, മുൻഗണന, പരിഗണന, റിസർവേഷൻ, സൗജന്യം, ഇതെല്ലാം കൊടുക്കുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള വിഭാഗങ്ങൾക്കായിരിക്കും. അവരെ സംരക്ഷിക്കുക, അതായത് തുല്യത ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. അതാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുല്യതയാണ്, ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ചേട്ടാ, ഇപ്പോൾ KSRTC ബസ്സിന്റെ കാര്യം തന്നെ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മസ്താനിയുടെ കേസ് തൊട്ടാണല്ലോ ഈ ബസ്സിന്റെ അകത്തുള്ള ലൈംഗിക അതിക്രമങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പരമ്പര തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ KSRTC ബസ്സുമായി ബന്ധപ്പെട്ടുള്ള ദുരനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു അവസരങ്ങളിലൊക്കെ മെൻസ് അസോസിയേഷൻ എടുത്ത നിലപാടെന്ന് പറയുന്നത് പുരുഷന്മാർക്കൊപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു അവനൊപ്പം നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡൽഹിയിലാണെങ്കിലും നിർഭയ കേസിനൊക്കെ ശേഷമാണ് ഈ സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക ഇടങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കായിട്ടുള്ള സർവീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്ത്രീകൾക്കെതിരെയുള്ള ഈ ലൈംഗിക അതിക്രമണങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് അത്തരത്തിലുള്ള തുടക്കങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ പുരുഷ അസോസിയേഷനുകളോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ഒന്നും അത്തരത്തിലുള്ള അല്ലെങ്കിൽ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. നിർഭയ വന്നതിനൊക്കെ ശേഷം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിവാദമായി പോകുന്നത് കൊണ്ട് അവരാരും അതിനെ എതിർത്തില്ല. പക്ഷേ ഇപ്പം ഇവിടെ വരികയാണെങ്കിൽ തന്നെ നമ്മൾക്ക് പുതിയൊരു സർക്കാർ വരാനാരം അങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ പോലെ തന്നെ ഇവിടെയും സൗജന്യ യാത്ര കൊടുക്കും. അപ്പോൾ കൂടുതലായിട്ടും വോട്ടുകൾ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അത് കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കും സമ്മർദ്ദം സർക്കാരിന് വരുമ്പോൾ അവർ കൊടുക്കുക. അവസാനം 15-ാം തീയതി ഓർഡിനറി ബസ്സുകൾക്ക് മാത്രം കൊടുക്കാം, ഫാസ്റ്റുകൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ ആണ് ഈ സമത്വപരമായിട്ടുള്ള പുരുഷന്മാർക്ക് എന്തുകൊണ്ട് കൊടുത്തൂടാ? പ്രധാനമായി അവർക്ക് ഉന്നയിക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് സമത്വമല്ലേ. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് തന്നെ
സമത്വമല്ലേ അല്ല, അവർ പറയുന്ന വാദങ്ങളാണ്. സ്ത്രീയും പുരുഷനും എന്ന് പറയുമ്പോൾ നമ്മൾ സമത്വപരമായി കാണണം. അപ്പോൾ സ്ത്രീകളിൽ തന്നെ പുരുഷന്മാരും സ്ത്രീകളിലും തന്നെ ഒരുപോലെ തന്നെ രണ്ടും ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. കൃത്യമായി വേതനം, ശമ്പളം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. സമത്വം എവിടെയാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബോക്സിങ്ങിന് സമത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെല്ലാം ഒരു തുല്യ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് 40 കിലോ ഉള്ള ഒരുത്തനെയും 85 കിലോ ഉള്ള ഒരുത്തനെയും ബോക്സിങ്ങിന് കൊണ്ട് നിർത്തി ഒരു ഇറങ്ങിൽ നിർത്തി ആര് ജയിക്കും? ശക്തി കൂടുതലുള്ളവർ ജയിക്കും. അപ്പൊ പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ സമന്മാർക്കിടയിലാണ് സമത്വം. അല്ല, ഇത് മെൻസ് അസോസിയേഷൻ പറയുന്നത് ജെൻഡറിനകത്തില് നമ്മളിങ്ങനെ പ്രത്യേക പരിഗണനകൾ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഇതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ബസ് അല്ലെങ്കിൽ സൗജന്യ സർവീസ് കൊടുക്കണം എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു സർക്കാർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ജെൻഡർ വൈസ് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ്. അപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ സമ്പാദിക്കുന്ന സ്ത്രീകളും ഉണ്ട്, അവർ സ്വന്തം വാഹനത്തിൽ പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ ഊബർ എടുത്തു അങ്ങനത്തിലുള്ള എബിലിറ്റി ഉള്ള സ്ത്രീകളുള്ള സ്ഥലമാണ്. ഒന്നാമത്തെ കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ കാര്യത്തിനടക്കം അതായത് പ്രാതിനിധ്യത്തിനകത്ത് അടക്കം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇവർ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഇത് തീരെ തിരിച്ചറിവും വിവരവും ബോധവും ഇല്ലാത്തവന്മാർ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അവന്മാർ ഇതെല്ലാം പറയുകയും ചെയ്യും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. ഇത് ബോധവും വിവരവും ഉള്ളവന്മാർ ഇങ്ങനെ സംസാരിക്കില്ല. ഈ ബോധവും വിവരം ഇല്ലായ്മയുടെ ഫലമായിട്ടാണ് മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ? നമുക്ക് ഇപ്പോൾ ഒരാൾ ഇരയാക്കപ്പെടുന്നു, ഒരാൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാവുന്നു, ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ ഇല്ലെങ്കിൽ ഒരു സാമാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കേസിൽ കൊടുക്കുന്നു. ശരി, അയാൾക്ക് നീതി വേണം, അയാളെ കുറ്റവാളിയല്ല എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ നഷ്ടപരിഹാരം ചോദിച്ചാൽ അപകീർത്തി കേസ് കൊടുക്കാനോ ഒക്കെ സംവിധാനം ഇവിടെ ഉണ്ട്. അത് ശരി, അവിടെ ജസ്റ്റിസ് ഡിനൈ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് പറയും. അപ്പോൾ പൊതുസമൂഹം നമ്മൾ കൊടുക്കുന്ന ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ പേരിൽ വലിയ വാർത്തയെ കൊടുത്ത് അയാൾ അപമാനിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം 10 വർഷം കഴിയുമ്പോഴായിരിക്കും ഇയാൾ നിരപരാധിയാണെന്ന് തെളിയുന്നത്. അവസാനം ഇവർ കുറ്റസംഭവം നടത്തും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ ശരി, അവിടെ നിൽക്കട്ടെ, പക്ഷെ എന്ന് പറഞ്ഞ് കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നീതി സംവിധാനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ നമ്മൾ ഒന്നും വേണ്ട. ഇവിടെ പുരുഷന്മാർ സ്വർണ്ണമാല ഉപയോഗിക്കാത്തവരല്ലല്ലോ പുരുഷന്മാർ. പക്ഷെ പുരുഷന്മാരുടെ സ്വർണ്ണമാല എത്ര പിടിച്ചു പറിക്കപ്പെടുന്നുണ്ട്? ഏറ്റവും കൂടുതൽ പിടിച്ചു പറിക്കപ്പെടുന്ന ആരാണ്? ലൈംഗികാതിക്രമത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ പിടിച്ചു പറിക്കൽ ഏറ്റവും കൂടുതൽ ഇരയാവുന്ന ആരാണ്? സ്ത്രീയാണ്. ഒരു സ്ത്രീ, ഒരു 50-55 വയസ്സുള്ള ഒരു സ്ത്രീ കയ്യിലൊരു 50,000-60,000 രൂപയായിട്ട് പേഴ്സിൽ വെച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഈ പിടിച്ചുപറിക്കാർ കണ്ട അവൻ്റെ ഉറപ്പായിട്ടും തട്ടിപ്പറിക്കും. ഞാൻ ഒരു 5 ലക്ഷം രൂപയായിട്ട് ഇറങ്ങി വരികയാണ്, എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്, എൻ്റെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുമോ? സാധ്യത വളരെ കുറവായിരിക്കും. കാരണം എൻ്റെ നല്ല ഇടി കിട്ടുമെന്നറിയാം. ഞാൻ ഇടിച്ച് ഉറക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുള്ളൂ അല്ലേ? അത് നമ്മുടെ ശീലമാണ്. പുരുഷന്മാർ അങ്ങനെ ചെയ്യുള്ളൂ. ആദ്യം അവൻ്റെ പ്രതികാരം തീർത്തിട്ടായിരിക്കും കേസിന് പോവുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പുരുഷന്മാർക്ക് കായികമായി ആക്രമിക്കാനുള്ള ശക്തി ഉണ്ടാവും, നേരിടാനുള്ള ശക്തി ഉണ്ടാവും. ഇത്തരം ശക്തി പുരുഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്തരത്തിൽ നിൽക്കണമെങ്കിൽ എക്സെപ്ഷണലായിട്ട് നിൽക്കുന്നവരുണ്ട്. മേരി കോമിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അവരെന്നെ ഇടിച്ചുറങ്ങി കളയും. അത് എക്സെപ്ഷനാണ്. പക്ഷെ അങ്ങനെയല്ല സാധാരണഗതിയിലുണ്ടാകുന്നു. അപ്പോൾ 2 പേർക്കും തുല്യത ലഭിക്കണമെങ്കിൽ എന്താണ്? 2 പേരും തുല്യ ശക്തികളാവണം. അപ്പോൾ കായികമായ ശക്തിക്ക് കുറവിന് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണ സ്വഭാവത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ടും ഈ പറയുന്ന സംവിധാനപരമായിട്ടുള്ള പിന്തുണ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ തുല്യ ശക്തിയാകും. ഇനി എന്നാ നോക്കാം. അതാണ് നിയമം, മനസ്സിലായി? അതാണ് സംവിധാനം എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന നീതി എന്ന് പറയുന്നത്, അതിനെയാണ് സമത്വം എന്ന് പറയുന്നത്. അപ്പോൾ മെൻസ് അസോസിയേഷൻ എന്ന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന സംഘടനകളല്ല. അതൊന്നും ഈ പറയുന്ന ജനാധിപത്യമായതുകൊണ്ട് ഏത് സംഘടനയ്ക്കും പ്രവർത്തിക്കാം, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് അഭിപ്രായവും പറയാം. ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ലോകത്തുണ്ട്. അത് മതസംഘടനകൾ മാത്രം. ഫ്ലാറ്റ് എർത്ത് തിയറി എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഭൂമി പരന്നതാണ്. തീർച്ചയായും ചേട്ടാ, ഈ വുമൻസ് അസോസിയേഷനെ പുരുഷന്മാർ ഇപ്പൊ ഫെമിനിസം ഒക്കെ പറയുമ്പോൾ അല്ല, ഈ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ ഈ അമ്മയുടെ തന്നെ WCC ഒക്കെ ഇല്ലേ, അപ്പൊ ഈ വുമൻസിന്റെ ഇത്തരം അസോസിയേഷനിലെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ പുരുഷന്മാർ അംഗീകരിക്കുന്ന പോലെ തന്നെ മെൻസ് അസോസിയേഷനെയും സ്ത്രീകളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഒരു പ്രസ്താവന വന്ന സമയത്ത് ഇപ്പോൾ തലസ്ഥാനത്താണ് അവർ 15-ാം തീയതി KSRTC തടയാൻ പോകുന്നത്, ഓർഡിനറി. അപ്പോൾ അന്ന് ഞാൻ അവിടുത്തെ ഈ ഒരു വോക്സ് പോപ്പ് എടുത്തിരുന്നു, അഭിപ്രായം ചോദിച്ചിരുന്നു. അതിൽ
പുരുഷന്മാരോടൊപ്പം തന്നെ ഒരു 50% സ്ത്രീകൾ പറഞ്ഞൊരു നിലപാടാണിത്. ഇവര് എനിക്ക് തോന്നുന്നു അത്തരം നിലപാടുകൾ കൂടെ അഭിപ്രായം കൂടെ എടുത്തിട്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു തടയലിന് വേണ്ടി ഇറങ്ങുന്നത്. എന്താ ഞങ്ങൾക്ക് സ്ത്രീകളാണ്, പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ആവശ്യമില്ല, കൊടുക്കുവാണെങ്കിൽ രണ്ടുപേർക്കും കൊടുത്തോട്ടെ, അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കരുതെന്ന് സ്ത്രീകൾ കൂടെ പറയുന്നത് ഞാൻ KSRTCയുടെ റിസർവേഷന്റെ കാര്യം തന്നെ മറ്റൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തൊഴിൽ മേഖലയാകെ തന്നെ ഇല്ലാതാക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ ഈ പറയുന്ന സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയാവും. ഒരുപാട് മേഖല ഇത് ബാധിക്കാതെ തകർന്നു പോവുകയും ചെയ്യും. അതും തകരും ഇതും തകരും, രണ്ടും തകരും. അത് മറ്റൊരു കാര്യമാണ്. കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലൈംഗിക അതിക്രമണ കേസ് ആണെങ്കിലും അത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ലേഡീസ് കോച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു കംഫർട്ടാണ്. ഓക്കെ, കയറി പോകാൻ ഒരു കംഫർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മെട്രോയിലാണെങ്കിലും ഡൽഹി മെട്രോ ഒക്കെ പോകുന്ന സമയത്ത് വുമൻസിന് വേണ്ടി മാത്രം നിൽക്കുക, അല്ലെങ്കിൽ വുമൻസിന് വേണ്ടി കയറാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കൊരു കംഫർട്ടാണ്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായി ആളുകൾക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായി പോകാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് കൂടെ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബസ് വരുമ്പോൾ അവർക്ക് കയറി പോകാനും അല്ലെങ്കിൽ അവർക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റിലയബിൾ ആണ്. ഈ തീരെ ബസ്സിനകത്ത് ദൈനംദിന ജോലിക്ക് പോകുന്നതിൽ ചില ആൾക്കാർക്ക് തീരെ സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കും, സ്ത്രീകളുണ്ടായാലും ഒരുപാട് പേര്. അങ്ങനെയുള്ളവർക്ക് സെലക്റ്റീവായിട്ട് KSRTC കൺസെഷൻ കൊടുത്താൽ മതി. അങ്ങനെ അവരെ സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ പദ്ധതി എങ്കിൽ അവർക്ക് കൺസെഷൻ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രീ ബീസിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ സൗജന്യം കൊടുക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും എന്നുള്ളതാണ്. പ്രതിസന്ധി കാരണം അത് ഈ തൊഴിൽ മേഖലയെ ആകെ ബാധിക്കും. അതും നശിക്കും ഇതും നശിക്കും എന്നുള്ളതാണ്. ഇടയ്ക്ക് എൻ്റെ നാട്ടിൽ സംഭവിച്ച ഒരു കാര്യം പറയാം. അവിടെ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ ഒരു ഹോട്ടൽ തുടങ്ങിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറവശത്തായിട്ട് പഞ്ചായത്ത് കൊണ്ടുവന്നിട്ട് ഒരു സൗജന്യമല്ല, വിലക്കുറവിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ആരംഭിച്ചു. 20 രൂപയ്ക്ക് ഊട് കിട്ടും. ഇവർ 60 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഊട് വിറ്റുകൊണ്ടിരുന്നത്. അവരൊരു ഹോട്ടൽ തുടങ്ങി ഏകദേശം 2-3 മാസം ആയതേ ഉള്ളൂ. അവർക്ക് അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഈ പറയുന്ന 20 രൂപയുടെ ഊണ് വന്നു. അവരുടെ കച്ചവടം തകർന്നു പോയി. അവരവസാനം അവരുടെ ഊട് 40 രൂപയ്ക്ക് നല്ല രീതിയിലുള്ള ഊണ് എന്നുള്ള ബോർഡ് വെച്ചു. അവർ ഗതികേട് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംരംഭകയുടെ അവസ്ഥയാണോ എന്നുള്ളത്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. മുൻപ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് കോടതി ഒരിക്കൽ ചോദിച്ചു, ഏത് കോടതിയാണെന്ന് എനിക്കറിയില്ല, ഒരിക്കൽ കോടതി ഒരു ജുഡീഷ്യൽ ബോഡി സർക്കാരിനോട് ചോദിച്ചു, FCIകളിൽ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ടൺ അരി കെട്ടിക്കിടക്കുന്നു, നിങ്ങൾക്കിതെടുത്തിട്ട് സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിങ്ങനെയായിട്ട് ചുമ്മാ വിതരണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകരെല്ലാം കൂടെ പെട്ടുപോകും. ആവശ്യത്തിന് വിതരണം ചെയ്യാൻ പറ്റും. ഇത് പതിയെ കുറേശ്ശേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അന്തരീക്ഷം നോക്കി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതെങ്ങനെ ചുമ്മാ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ അരിയുടെ വില കുത്തനെ ഇടിയും. അതോടുകൂടി കർഷകർക്ക് അരി വാങ്ങാൻ ആളില്ലാതാവും. ആൾക്കാർ കൺസപ്ഷൻ കുറയുകയല്ലേ പൊതു മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം. ഇപ്പം എന്താ മോദി സർക്കാർ ചെയ്ത് 80 ലക്ഷം ആൾക്കാർക്ക് സൗജന്യമായിട്ട് ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേസമയം കർഷകരെ സംരക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് നേരിട്ട് ഈ പറയുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റുന്നു? കർഷകർക്ക് നഷ്ടം വരുന്നില്ല, ജനങ്ങൾക്ക് കൃത്യമായി അടുത്ത് പോകുന്ന പൈസ കട്ട് ചെയ്ത് ഡയറക്റ്റ് കർഷകർക്ക് പണം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടേ മറ്റൊന്ന് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ മേഖല തകർന്നു പോകാൻ ഇതൊരൊറ്റ പരിപാടി കാരണമാകുന്നത്. ഇനി രണ്ടാമത്തെ ഈ മെൻസ് അസോസിയേഷൻ്റെ അവരുടെ കരച്ചിൽ ഇതുകൊണ്ടൊന്നും അല്ല, അതാണ്. അപ്പം മെൻസ് അസോസിയേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ത്രീകൾക്ക് ഇത് കൊടുക്കുന്നതാണ്. ഇത് ഒരു സ്ത്രീ വിരുദ്ധതയാണ്. നമുക്ക് സ്ത്രീ വിരുദ്ധത മറ്റു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ആൾക്കാർ ഇവരെയാണ് ശരിക്കും സ്ത്രീ വിരുദ്ധർ എന്ന് പറയേണ്ടത്. കാരണം സ്ത്രീ വിരുദ്ധതയാണ് പറയുന്നത്. അത് ഈ ബോധപൂർവമുള്ള ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. അതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. സാധാരണക്കാരായിട്ടുള്ള ഏതൊരു മനുഷ്യനും സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിന് എന്താ കുഴപ്പം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അവ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യുക്തിയെപ്പറ്റി അങ്ങോട്ട് തർക്കിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് റിസർവേഷൻ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതെന്താണെന്ന് സ്ത്രീയായ അതിലേക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഫ്രീ ബേസിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഏതായാലും മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പൊട്ടത്തരമാണ്. തലസ്ഥാനം 15-ാം തീയതി സ്തംഭിക്കുമോ അതോ ചേട്ടൻ പറഞ്ഞ പോലെ അവിടുത്തെ സേന ചെറുതല്ല തലസ്ഥാനത്ത്, മെൻസ് അസോസിയേഷൻ അടിച്ചു സേനയൊന്നും വേണ്ട. അവിടുത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ഡെയിലി ഡ്യൂട്ടിക്കുള്ള പോലീസുകാർ മാത്രം മതിയാവും.